അതെ, വെറുതെ വലിച്ചെറിയുന്ന ഏത്തയ്ക്കയുടെ തോട് കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിനും കഞ്ഞിക്കും ഒക്കെ ഒരു നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ? അതും ചെറുപയറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട്. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതാ ഇവിടെ തോരന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കിയാലോ? ഞാനിതാ ഇവിടെ ഒരു നല്ലൊരു 3 ഏത്തയ്ക്കയുടെ തോട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൗക്കിയിലെ ആനന്ദപുരി ചിപ്സിലെ ദോരച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നതാണ് കേട്ടോ. അവിടെ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തോട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാ ഇത് പണ്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ സ്ഥിരം നമുക്ക് വെച്ച് തരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിതാ ഇവിടെ വേണ്ടത് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ജീരകവും മുളക് പൊടിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി നേരെ പിന്നെ അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ചെറുപയറാണ്. ഞാനിവിടെ ചെറുപയർ ഉപ്പിടാതെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കായ ഉണ്ടല്ലോ, ഇതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. ഒത്തിരി നാരുകളൊക്കെ കൊണ്ട് സമ്പന്നമാണ് കേട്ടോ ഇതിൻ്റെ തോടെന്ന് പറയുമ്പം. അപ്പോൾ അത് നമുക്കിതിൻ്റെ മേളിലൊക്കെയുള്ള ചെറിയ കറുത്ത ഭാഗങ്ങളൊക്കെ പോലുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെത്തി മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴയ്ക്കയുടെ തോടൊക്കെ ഉണ്ടല്ലോ ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സാധാ തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ തീരെ ചെറുതാവേണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുത്ത് നേരെ നമ്മൾ വെള്ളത്തിലോട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ തൊലിയെല്ലാം ഒന്ന് കറുത്ത കളറാവും. ഇതിപ്പോൾ നമ്മൾ വാഴയ്ക്കയായാലും വാഴപ്പിണ്ടി ആയാലും എല്ലാം കട്ട് ചെയ്തപ്പോഴും വെള്ളത്തിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും. അപ്പോൾ നമുക്കിത് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുണ്ടല്ലോ ഒരു 2 വെള്ളം ഒന്ന് കഴുകി എടുക്കാം, അല്ലെങ്കിൽ അപ്പോഴിതിൻ്റെ കറയൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കഴുകിയെടുത്ത് ഇനി നമ്മളിതാ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ഉണക്കമുളക് 2ആയിട്ട് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തൊലി ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ ഉപ്പിടാതെ വേവിച്ചത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കത്തോട് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തോരൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വേവിക്കാം. പക്ഷേ ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതും കൂടെ ഒന്ന് തട്ടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയമുണ്ടല്ലോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ തോരനിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കുറച്ചായിട്ടിട്ട് ഇളക്കി എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അരപ്പിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ബാലൻസുള്ള അരപ്പ് കൂടെ ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയം പയറും ഈ കായുടെ തൊലിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഒരു കട്ടി പരുവത്തിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പത്തേക്കും ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ നമ്മളിത് ഇളക്കി സെറ്റായിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും വരും. നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു വാഴയിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴയ അമ്മമാരുടെയൊക്കെ റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്കത്തോടും ചെറുപയറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. താങ്ക്